മെയ് 7-ാം തീയതിയാണ് സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങിയത്. മെയ് 7-ാം തീയതി ഷൂട്ടിംഗ് തുടങ്ങിയിട്ട് 65 ദിവസത്തോളം നമ്മൾ ചാർട്ട് ചെയ്തിട്ടുണ്ട് ഷൂട്ടിംഗ്. അപ്പോഴേക്കും മഴ ഏകദേശം 95% സീൻസും നമ്മൾ ഔട്ട്ഡോർ. ഈ ഔട്ട്ഡോർ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നപ്പോഴേക്കും നമ്മളുടെ പലപ്പോഴും പ്രൊഡ്യൂസർ സൈഡിൽ നിന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞ് നാദർഷ് നമുക്ക് ഷൂട്ടിംഗ് മാറ്റി വെച്ചല്ല, കാരണം മഴയാണ്, പണി കിട്ടും. ഞാൻ പറഞ്ഞൊന്നുമില്ല, നമ്മൾ തുടങ്ങുന്നു. തുടങ്ങിയിട്ട് ഞങ്ങൾക്ക് ഉള്ളൊരനുഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൊക്കേഷനിലേക്ക് ചെല്ലുമ്പോൾ എന്താ സാധാരണ നമ്മൾ കേട്ടിട്ടില്ലേ, ദൈവം നിന്നോട് കൂടെയെന്ന്. അതുപോലെയാണ്. കാരണം ലൊക്കേഷൻ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് ഞങ്ങൾ ലൊക്കേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റൂമിൽ വണ്ടിയിൽ കയറും. പൊരിഞ്ഞ മഴ, വൈപ്പർ കിട്ടാലും നമുക്ക് കണ്ടു കാണാൻ പറ്റാത്ത വിധത്തിൽ അങ്ങനെ ലൊക്കേഷനിൽ ചെന്ന് ഇറങ്ങും. നേരെ ആർട്ടിസ്റ്റുകളൊക്കെ റെഡി ആകുന്നതിന് മുമ്പ് ലൊക്കേഷനിൽ ചെന്ന് ഇറങ്ങും, മഴ മാറും, സെറ്റപ്പ് ചെയ്യും, നമ്മൾ ഷൂട്ട് ചെയ്യും, വളരെ ഡീസൻ്റായിട്ട് ഷൂട്ട് ചെയ്യും. തിരിച്ച് പാക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി കയറുമ്പോൾ മഴ. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ വളരെ ഇങ്ങനെ എന്താ പറയുക, ഒരു പ്രൊട്ടക്ഷൻ. അപ്പോൾ ഇവിടെ നമ്മളെ ആർട്ടിസ്റ്റുകൾ വരുമ്പോൾ പറയും, ചേട്ടാ വണ്ടി നല്ല മഴയല്ല അവിടെ, ഇങ്ങനെ ഞാൻ പറയും ഇവിടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട് കൊച്ചിയിൽ. അവരൊരു തോപ്പുംപടി, കൊച്ചിയിലായിരുന്നു നമ്മുടെ പനയപ്പള്ളി, പിന്നെ പനയപ്പള്ളി കോളനി, തുരുത്തി കോളനി, കൽവത്തി കോളനി, ഈ 3 കോളനികളിലായിരുന്നു ഷൂട്ടിംഗ്. അപ്പോൾ ഈ അങ്ങോട്ട് വരുമ്പോൾ ഇവർ പറയും ഈ തോപ്പുംപടിക്കൊക്കെ ഭയങ്കര മഴയാണ്, ഇവിടെ മഴയില്ല. ഞാൻ പറയാം ഇവിടെ മഴ ഉണ്ടാവില്ല, ഇവിടെ മാത്രമാണ് നമുക്ക് കുടയും പിടിച്ച് ദൈവം കുട പിടിച്ചേക്കണമല്ലേ. അപ്പോൾ അങ്ങനെ നിൽക്കുക. അപ്പം പിന്നെ ആ കോളനിയിൽ ഷൂട്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ അടുത്ത് പലരും പറഞ്ഞ് കൊച്ചിയിലാണ് ഷൂട്ടിങ്. ഞാൻ കല്യാണം കഴിച്ചത് കൊച്ചിയിൽ നിന്നാണ്. അപ്പോൾ ആ ഒരു കൊച്ചിയിൽ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ സമ്മതിക്കില്ല കേട്ടോ. പ്രത്യേകിച്ച് അങ്ങനെയുള്ള ഏരിയകളിലൊക്കെ ഷൂട്ട് ചെയ്താൽ ആ ഭയങ്കര ക്രൗഡായിരിക്കും, നിങ്ങൾക്ക് സാധാരണ രീതിയിൽ ഷൂട്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റില്ല. പക്ഷെ അവിടുത്തെ ജനങ്ങൾ ഇപ്പം ഫോർട്ട് കൊച്ചി, കൽവത്തി കോളനി, പിന്നെ തുരുത്തി കോളനിയിൽ പനയപ്പള്ളി. പക്ഷേ ഇപ്പൊ എനിക്ക് തോന്നുന്നു ആ ഫോർട്ട് കൊച്ചി സൈഡിലുള്ളവരല്ലേ സിനിമ അവര് ഇല്ലായിരുന്നെങ്കിൽ, അവരുടെ സഹകരണം ഇല്ലായിരുന്നെങ്കിൽ ഈ സിനിമ ഇങ്ങനെ ഇത്രയും നന്നാവേ ഇല്ല. അവരെന്ന് പറഞ്ഞാൽ അവരുടെ സ്വന്തം സിനിമയായിട്ട് കണ്ടിട്ട് അവരുടെ വീടിൻ്റെ മുറ്റത്തൊക്കെ ഇടുന്നത്. നമ്മൾ എത്ര വീടിൻ്റെ അവരുടെ പ്രൈവസി എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ബ്രേക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അവിടെ ബ്ലോക്ക് ചെയ്യുന്ന സമയത്ത് കുട്ടികളെ കണ്ട് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് വണ്ടി സ്കൂട്ടറിൽ ഇരുത്തിയേക്കണ അച്ഛനും ഒക്കെ അവിടെ മാറ്റി നിർത്തിയേക്കാണ്. ഇവിടെ സീൻ കഴിയാണ്ട് അവിടെ നിന്ന് നമ്മൾ പാസ് ചെയ്യിപ്പിക്കില്ല. അവരൊന്നും മിണ്ടല്ല, അതുങ്ങൾ പാവം എത്രയോ സഹകരിച്ചെന്നറിയാം. അതുപോലൊരു സഹകരണം എനിക്ക് എൻ്റെ ലൈഫിൽ എനിക്ക് തോന്നണം, അതൊക്കെ വലിയ ഭാഗ്യമാണ്. കാരണം നമ്മളെ പോലുള്ളൊരു മിമിക്രി ആർട്ടിസ്റ്റ് ആയിരുന്നതിൻ്റെ ഒരു സ്നേഹവും കാര്യങ്ങളും ബഹുമാനവും